ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടു നിങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ നീക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സ്ക്രോളായി മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്കിതിൻ്റെ സ്പീഡ് കൂട്ടാൻ സാധിക്കും, കുറക്കാൻ സാധിക്കും. ഖുർആൻ സ്ഥിരമായിട്ട് ഓതുന്നവർക്ക് വളരെയധികം ഉപകാരപ്രദമായ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഞാനിന്ന് പരിചയപ്പെടുന്നത്. ഖുർആൻ മാത്രമല്ല, പ്രയർ ടൈം, അതുപോലെ തന്നെ കിബില, അതുപോലെ തന്നെ തസ്ബീഹ്, അതുപോലെ തന്നെ ഒരുപാട് അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് ഞാനിന്ന് പരിചയപ്പെടുന്നത്. ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഏതാണ് ഈ ആപ്ലിക്കേഷൻ എന്ന് പരിചയപ്പെടാം. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പരസ്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളിവിടെ മുകളിൽ ഒരു ഇൻറ്റോ മാർക്കുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇത് പ്രീമിയം വേർഷൻ അല്ലാത്തതുകൊണ്ടാണ് പരസ്യം ഇടയ്ക്ക് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് റീഡ് ഖുർആൻ, അതുപോലെ തന്നെ തസ്ബീഹ്, ഹിജ്രി, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നില്ല. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചു തന്ന ആ ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ റീഡ് ഖുർആൻ എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇംഗ്ലീഷിലെ അർത്ഥം അടക്കമുള്ള ആ ഒരു ഖുർആൻ്റെ സംഭവം ഇവിടെ വന്നു കഴിഞ്ഞു. നമുക്കിത് അർത്ഥമൊന്നും വേണ്ട എങ്കിൽ ഇവിടെ താഴെ ഒരു 4-5 ടാബുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും അവസാനം കാണുന്ന, അതായത് വലതുവശത്തു നിന്ന് രണ്ടാമത്തെ ടാബ്, ആ ടാബിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ ഖുർആൻ ഓതുന്ന ആ ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രോൾ ചെയ്യുന്ന ആ ഒരു സംഭവം, അതായത് കൈകൊണ്ട് ടച്ച് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രോൾ ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് നമുക്ക് ഓതാൻ കഴിയുക? ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ടാബുകളിൽ മൂന്നാമത്തെ ടാബ്, ഇടത്തു നിന്ന് മൂന്നാമത്തെ ടാബ്, ഈ ഒരു ടാബ്, അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഇതിങ്ങനെ സ്ക്രോളായി പോകുന്നുണ്ട്. ഇനി നമുക്ക് സ്പീഡ് കൂടുതലാണ്, കുറവാണ് എന്നൊക്കെ തോന്നുമെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തിട്ട് ഇവിടെ താഴെ അത് കൂട്ടാനും കുറക്കാനുമുള്ള പ്ലസ് ആൻഡ് മൈനസ് ഐക്കൺ ഇവിടെ ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിതിൻ്റെ സ്പീഡ് കൂട്ടാം, അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡ് കുറക്കാം. നല്ല ഒരു ഓപ്ഷനാണ്. കാരണം നമുക്ക് കൈകൊണ്ട് ടച്ച് ചെയ്യാതെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സ്ക്രോളായി വരുന്ന ഒരു സംഭവം. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇനി ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ പ്രയർ ടൈംസ്, ആ ഖുർആൻ്റെ തൊട്ട് താഴെ പ്രയർ ടൈംസ് ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പ്രയർ ടൈംസ് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ബാങ്ക് വിളിൻ്റെ സെറ്റ് ചെയ്യാം. ഞാൻ ഇതൊക്കെ ക്ലോസ് ചെയ്തതാണ്. ഇവിടെ ഏറ്റവും ലാസ്റ്റ് ഇവിടെ റെഡ് മാർക്ക് കാണാൻ സാധിക്കും. അതൊക്കെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ, അതായത് ബാങ്ക് വിളി സംഭവം ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ നണ്ണിലാണ് ഞാൻ വെച്ചത്. ഇവിടെ നമുക്ക് ഡിഫോൾട്ട് സൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ബീപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ മദീന ബാങ്ക് വിളിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മക്ക ബാങ്ക് വിളിൻ്റെ സൗണ്ട് കേൾക്കാൻ സാധിക്കും. ജസ്റ്റ് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഏത് ബാങ്ക് വിളിയും ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് പോകുമ്പോൾ ചിലപ്പോൾ പരസ്യം വരുന്നെങ്കിൽ ഇതുപോലെ ഇൻറ്റു മാർക്ക് കൊടുത്തിട്ട് ക്ലോസ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് ഈ ടൈമിങ്ങിൻ്റെ, അതായത് നമ്മൾ ഈ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈം എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് ടൈം സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ മുകളിൽ തന്നെ വലതുവശത്ത് ഒരു സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ ബാങ്ക് വിളിൻ്റെയും ടൈമിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ എല്ലാം നണ്ണിലാണ് ഉള്ളത്. ഫജർ, അതുപോലെ തന്നെ സൺറൈസ്, ഇവിടെ ലോഹർ ഒക്കെ നണ്ണിലാണ് ഉള്ളത്. അതായത് ഞാനിപ്പോൾ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് ടൈം തെറ്റായിട്ട് തോന്നുന്നത് അതിൻ്റെ വലതുവശത്തുള്ള ആ ഒരു ഏരോ മാർക്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി കൊടുക്കുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ബാങ്ക് വിളിൻ്റെ ടൈമിൽ എന്തെങ്കിലും ഡിഫറൻറ്റ് ഉണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ ഡണ്ണ് കൊടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇനി നമുക്ക് കിബില ഡയറക്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെവിടെയാണ് നിൽക്കുന്നത്, ഇപ്പോൾ തുറസായ സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ നമുക്കിതുപോലെ ഇതിൻ്റെ ആ ഒരു കോമ്പസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിബില എവിടെയാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യും. ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തസ്ബീഹ്, നിങ്ങൾക്ക് തസ്ബീഹ് ചൊല്ലാൻ താല്പര്യമുണ്ടെങ്കിൽ തസ്ബീഹിൻ്റെ ആ ഒരു കൗണ്ടർ ഇവിടെയുണ്ട്. ആ തസ്ബീഹ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഏതാണ് നിങ്ങൾ തസ്ബീഹ് ചെല്ലാൻ ഉദ്ദേശിക്കുന്നത്, ഏത് ദിക്റാണ് നിങ്ങൾ ചെല്ലാൻ ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്കിവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് ആ ഒരു നമ്പർ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ എത്ര തവണ ചെല്ലുന്നതാണ് സെലക്ട് ചെയ്തത്, ആ തവണ ആയിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ 7ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 7ാമത്തെ ആ ഒരു സംഭവം എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇത് സ്റ്റോപ്പാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ 7 വരെ നമുക്ക് ചെല്ലാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും 1000 വേണമെങ്കിൽ 1000 വരെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാൻ നമുക്ക് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. വളരെ കൃത്യമായിട്ട് നല്ലൊരു ലിപിയോട് കൂടിയിട്ടുള്ള അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് കേൾക്കാൻ സാധിക്കും കേട്ടോ. നമുക്കിവിടെ ഈ സ്പീക്കറിൻ്റെ ചിഹ്നം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതുപോലെ നമുക്ക് കേട്ടുകൊണ്ട് തന്നെ ചെല്ലാനും സാധിക്കും. നല്ലൊരു ഓപ്ഷനാണ് ഇത്. അതുപോലെ തന്നെ ഒരുപാട് വേറെ സംഭവങ്ങൾ ഇവിടെയുണ്ട്. ദുആ ഉണ്ട്. അതുപോലെ തന്നെ പള്ളികൾ, തൊട്ടടുത്ത് പള്ളികളുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഒക്കെ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക്, ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. എനിക്ക് ഖുർആൻ ഓതുന്ന ആ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രോളാകുന്ന സംഭവം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.